ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. ഇന്നത്തെ ടോപ്പിക് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. അതായത് നമ്മുടെ പാസ്വേഡ് മറന്നുപോയാൽ നമ്മൾ മൊബൈലിൽ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് വഴി പല ആപ്സും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതിനൊക്കെ നമ്മൾ പാസ്വേഡ് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്വേഡ് മറന്നു, അതായത് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാവിധ ആപ്സും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്ന ആളുകളാണ്, അത് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇതിന്റെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? അതാണ് എല്ലാവർക്കും ഒരു സംശയം. അപ്പോൾ അതിന് നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ നമുക്ക് പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ തന്നെ ഈ പാസ്വേഡുകളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇത് അവർക്ക് അറിയില്ല. അതാണ് അവർ ഡൗട്ടായിട്ട് ചോദിച്ചത്, എങ്ങനെയാണ് ഈ പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ പാസ്വേഡ് അഥവാ മറന്നുപോയ പാസ്വേഡുകൾ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളത്. രണ്ട് രീതിയുണ്ട്. ആദ്യത്തെ രീതി ഞാൻ ആദ്യം കാണിച്ചു തരാം, രണ്ടാമത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, മറന്നുപോയ പാസ്വേഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ഞാൻ കാണിക്കാറുണ്ട്. സെറ്റിങ്സിനെ കുറിച്ച് പറയുമ്പം കുറേ ഓപ്ഷൻസ് നമുക്കതിൽ കാണാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അത്യാവശ്യം പരിചയമായിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ നമുക്ക് ആപ്സ് ഓപ്പൺ ചെയ്തു നമ്മളല്ലേ. ആപ്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത്രയും ആപ്പുകൾ നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള കുറേ ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യില്ല, പക്ഷേ ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ച് അനാവശ്യമാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഡിലീറ്റ് ചെയ്യാതെ വെച്ച് പോകുന്നത് അല്ലേ. അപ്പോൾ കുറേ ആപ്സുകൾ നമുക്കിതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാസ്വേഡ് നമുക്ക് ഓർത്ത് വെക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഡയറിയിലേക്ക് എഴുതി വെക്കുക എന്നുള്ളത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒന്ന് ബാക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്, താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നൊരു ഓപ്ഷൻ കാണാം. ഏറ്റവും താഴെ നിങ്ങൾ മൊബൈലിൽ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാവധാനത്തിലാണ് കാര്യം പറയുന്നത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ഏറ്റവും താഴെ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നൊരു ഓപ്ഷൻ, അതൊന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ഗൂഗിൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗൂഗിളിൻ്റെ സെറ്റിങ്സിലേക്കാണ് നമ്മൾ കയറുന്നത്. ഗൂഗിളിൻ്റെ എല്ലാ സർവീസസും നമുക്കിതിൽ കാണാൻ സാധിക്കും. ഓക്കെ, കാണിക്കുന്നില്ലേ ഗൂഗിളിൻ്റെ ആഡ്സ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം വീഡിയോസിൽ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. നമുക്ക് ഈ ഒരു പാസ്വേഡ് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് ഗൂഗിളിൻ്റെ ഈ ഒരു മാനേജറിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. മാനേജ് ഗൂഗിൾ അല്ലേ, അതൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് കാണാം. നമ്മൾ ഈ ഒരു ഫോൺ ലോഗിൻ ചെയ്ത ഇമെയിൽ ഐ ഡി ഇതാണ്. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ നേരെയുള്ള ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുത്താലും മതി. ഓക്കെ, നമ്മളിവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇമെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്, പ്രൊഫൈൽ പിക്ചർ കാണിക്കുന്നത്. ഇത് താഴെയായിട്ട് നമ്മുടെ ഗൂഗിളിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നമ്മുടെ ഓരോരോ വീഡിയോസിലും തുടർന്നുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളുടെ ഓരോ അക്കൗണ്ടുകളും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണുന്നതിൽ ഇത് രണ്ടാമത്തെ പേഴ്സണൽ ഇൻഫോ ആണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ കാണാം സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മുടെ ഈ ഒരു ഫോണിലുള്ള ജിമെയിൽ അക്കൗണ്ട് എത്രത്തോളം നമ്മൾ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് നമ്മുടെ പാസ്വേഡിൻ്റെ സെറ്റിങ്സിൻ്റെ കാര്യം വരുന്നത്. ഓക്കെ, അത് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ഇമെയിൽ ഐ ഡി നമ്മൾ സെക്യൂർ ആക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അതായത് നമുക്കൊരു OTP വെച്ചിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിനെ സെക്യൂരിറ്റി ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഇത്. ഇതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലുണ്ട്, അതെല്ലാം കാണാം. ഓക്കെ, നമുക്ക് വേണ്ടത് പാസ്വേഡ് എങ്ങനെ മറന്നുപോയാൽ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കണ്ടില്ലേ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് 2 വർഷമായിട്ടുണ്ടെന്ന് അതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ പാസ്വേഡ് നമ്മൾ ഒരു 3 മാസം കൂടുന്ന സമയത്തൊന്ന് മാറ്റി കൊടുക്കണം. ഓക്കെ, നമുക്ക് വേണ്ട ഓപ്ഷൻ ഇത് സ്ക്രോൾ ഡൗൺ ചെയ്തേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുന്ന സ്ഥലത്താണ് നമുക്ക് വേണ്ട ഓപ്ഷൻ വരുന്നത്. നിങ്ങളുടെ ഫോണിൽ എവിടെയെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക, സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇതാ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. പാസ്വേഡ് മാനേജർ. ഓക്കെ,
അതായത് ഇവിടെ ഏകദേശം 27ഓളം ആപ്പുകളുടെ പാസ്വേഡ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അത്രയും ഉള്ളിലാണ് കിടക്കുന്നത്, പലർക്കും അറിയാത്തൊരു സാധനമാണ് ഇത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു തരാണ്. ഓക്കെ, ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എത്ര ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഫേസ്ബുക്ക്, ജിമെയിൽ, അങ്ങനെയുള്ള എന്തെല്ലാം ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം പാസ്വേഡ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഞാനിതിൽ ചെയ്തിരിക്കുന്ന 27 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഐക്കൺ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ, കണ്ടില്ലേ? ഇത്രയും ആപ്ലിക്കേഷൻസ് ഞാനിതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാസ്വേഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏത് ആപ്ലിക്കേഷൻ്റെ പാസ്വേഡാണ് നമുക്ക് മറന്നു പോയത് എനിക്ക്, അതായത് നിങ്ങൾക്ക് ജിമെയിലാണ് മറന്നു പോയത്, അല്ലെങ്കിൽ ഫേസ്ബുക്കാണ് മറന്നു പോയത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണ്, അതിലേതാണോ ആപ്ലിക്കേഷൻ അതിൻ്റെ നേരെ വെച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ കണ്ടില്ല, ഇത്രയും ആപ്ലിക്കേഷൻസാണ് ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളിൽ എത്ര ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കണിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് ഓർത്ത് വെക്കാൻ പറ്റുക അല്ലേ, മറന്നു പോകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഏതാപ്പം നോക്കുക, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നോക്കാം. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റ ആണെങ്കിൽ ഇൻസ്റ്റ നോക്കാം. ഓക്കെ, നമുക്കിതിൽ ആ ഫേസ്ബുക്കിൽ ഒന്ന് നോക്കി നോക്കാം. ഫേസ്ബുക്കിൻ്റെ ലോഗോൻ്റെ മേലെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്, എൻ്റെ ഇമെയിൽ ID കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട്, അതായത് ഞാൻ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഇമെയിൽ ID അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ പാസ്വേഡും കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അറിയാലോ, സെക്യൂർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. എങ്ങനെ? അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഐ ബട്ടൺ കാണിക്കുന്നില്ലേ, ഒരു കണ്ണിൻ്റെ ചിത്രം, അതൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണും നിങ്ങൾ എന്താണ് പാസ്വേഡ് കൊടുത്തതെന്ന്. അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ സെറ്റിങ്സിലൊന്ന് കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഐ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇനി അതൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ, എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഇവിടെ കോപ്പി ചെയ്യണമെങ്കിലുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതോട് കൃത്യമായിട്ട് മനസ്സിലാവും. ആരും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇത് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ ഇൻസ്റ്റ നോക്കാം അല്ലേ. ഇൻസ്റ്റയിലും ഇതേപോലെ തന്നെ ലോഗിൻ ചെയ്ത ഇമെയിൽ ID നമ്മൾ മുകളിൽ കാണിക്കുന്നുണ്ട്, അതിൻ്റെ താഴെയായിട്ട് പാസ്വേഡ് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഡോട്ട്സ് മാത്രമേ കാണിക്കുള്ളൂ അല്ലേ, ഹൈഡ് ചെയ്ത് വെച്ചാണ്. അതിന് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ എങ്ങനെയാണ് പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ഓട്ടോ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അതിൽ പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ യെസ് കൊടുത്താൽ മാത്രമേ ഇത് ഗൂഗിളിന്റെ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സിൽ പോയിട്ട് സേവ് ആയി നിൽക്കുള്ളൂ. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ, അധികം ആളുകളും അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം, അതിലൊരു 10% ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അവിടെ ഒരു ഫോർഗെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. എല്ലാ ആപ്ലിക്കേഷൻസിലും ഒരു ഫോർഗെറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണും. ആ ഫോർഗെറ്റ് പാസ്വേഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്കോ നമുക്ക് ഒരു റിക്കവറി ആയിട്ട് ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ വെച്ചിട്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ചില ആപ്ലിക്കേഷൻസിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മളോട് ചോദിക്കുക. അതായത് എന്തെങ്കിലും, അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ്, അങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ആൻസർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോയി കഴിഞ്ഞ പാസ്വേഡ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയുണ്ട്? യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ അല്ലേ? എങ്കിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തോളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ വരുന്നുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ താഴെയുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി പ്രസ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.